സമാധാനത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്യുമെന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ച് 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് ഇറാനെതിരെ US നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച് പാകിസ്ഥാൻ രംഗത്ത്. ഇറാനെ തൊട്ടാൽ പാകിസ്ഥാന് വേദനിക്കുമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള ഈ രംഗപ്രവേശം. അമേരിക്കയെയും ട്രംപിനെയും പിന്തുണച്ചുകൊണ്ട് സംസാരിച്ച പാകിസ്ഥാൻ അമേരിക്ക ഇറാനെ തൊട്ടു എന്നറിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ് എന്നാണ് പലരും പറയുന്നത്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ വ്യോമാക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളുടെയും ലംഘനമാണെന്നാണ് ഷഹബാസ് ഷെരീഫ് ഭരണകൂടം പുറത്തിറക്കിയ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. നയതന്ത്രപരമായ ഔചിത്യമില്ലായ്മയുടെ ഏറ്റവും മോശമായ തലമാണിതെന്നും സമാധാന സ്ഥാപനത്തിന്റെ പേരിൽ ഒരു വ്യക്തിയെ പ്രകീർത്തിക്കുകയും തൊട്ടടുത്ത ദിവസം ആ വ്യക്തി തന്നെ ബോംബാക്രമണത്തിന് നിർദ്ദേശം നൽകുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന വിധത്തിൽ മൗനം പാലിക്കാൻ സാധിക്കില്ലെന്ന് പാകിസ്ഥാൻ മുൻ അംബാസഡർ മലിഹ ലോധി വ്യക്തമാക്കി. ഒരു മാസം മുൻപുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ലഘൂകരിക്കാനും വെടിനിർത്തൽ നടപ്പിലാക്കാനും ട്രംപ് നടത്തിയ ഇടപെടലുകൾ മുൻനിർത്തി ട്രംപിനെ നൊബേൽ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ പ്രസ്താവിച്ചത്. പാകിസ്ഥാന്റെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ വൈറ്റ് ഹൌസ് സന്ദർശനത്തെക്കുറിച്ച് പാക് ഉന്നത ഉദ്യോഗസ്ഥൻ എടുത്തു പറഞ്ഞിരുന്നു. ഇസ്രായേലിൽ നിന്നുള്ള കനത്ത ആക്രമണ പരമ്പരയ്ക്ക് പിന്നാലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ നേർക്ക് US നടത്തിയ ആക്രമണത്തെ പാകിസ്ഥാൻ ശക്തമായി അപലപിക്കുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടുതൽ രൂക്ഷമായേക്കുമെന്നുള്ള കടുത്ത ആശങ്കയിലാണ് ഞങ്ങൾ എന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള അവകാശം ഇറാനുണ്ടെന്നും സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലുടനീളം ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാമെന്നും മന്ത്രാലയം ആശങ്ക പ്രകടമാക്കിയിട്ടുണ്ട്. ഇറാന് അനുകൂലമായ നിലപാട് വ്യക്തമാക്കിയ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ എക്സിൽ കുറിപ്പ് പങ്കുവയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ നിർണായക നയതന്ത്ര ഇടപെടലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിക്കുകയും 2026 സമാധാന നൊബേൽ സമ്മാനത്തിന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തതിന് പിന്നാലെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള വാഷിംഗ്ടണിന്റെ സൈനിക ആക്രമണങ്ങളെ പാകിസ്ഥാൻ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. അതേസമയം ഞായറാഴ്ച പുലർച്ചെയാണ് ഇറാന്റെ 3 പ്രധാന കേന്ദ്രങ്ങളായ ഫോർദോ, നദാൻസ്, എസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയത്. ടെഹ്റാൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇറാന്റെ കഴിവുകൾ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആക്രമണം. US ആക്രമണം അന്താരാഷ്ട്ര നിയമത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിക്കുന്നുവെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ പ്രകാരം ഇറാന് സ്വയം പ്രതിരോധിക്കാൻ എല്ലാ അവകാശവുമുണ്ടെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയിൽ ഞങ്ങൾ വളരെയധികം ആശങ്കാകുലരാണ്. ഇറാനെതിരായി തുടർച്ചയായ ആക്രമണം മൂലമുണ്ടായിട്ടുള്ള സംഘർഷവും അക്രമവും വളരെയധികം അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. കൂടുതൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് മേഖലയിലും അതിനപ്പുറത്തും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിക്കുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭ ചാർട്ടർ പ്രകാരം ഇറാന് സ്വയം പ്രതിരോധിക്കാനുള്ള നിയമപരമായ അവകാശമുണ്ടെന്നും ഞങ്ങൾ ആവർത്തിക്കുന്നു. അതും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനുമായി 900 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സൈനിക സംഘർഷം രൂക്ഷമാകലല്ല, നയതന്ത്രമാണ് സമാധാനത്തിലേക്കുള്ള ഏക സുസ്ഥിര മാർഗമെന്നും പറയുകയും ചെയ്തു. UN ചാർട്ടറിന്റെ തത്വങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും അനുസൃതമായി സംഭാഷണം, നയതന്ത്രം എന്നിവ മാത്രമാണ് മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ഏക പ്രായോഗിക മാർഗമെന്നും അത് ചൂണ്ടിക്കാട്ടി. അടുത്ത വർഷത്തെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിന് ട്രംപിനെ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ചതായി പാകിസ്ഥാൻ സർക്കാർ ശനിയാഴ്ചയാണ് അറിയിച്ചിരുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ ഡൊണാൾഡ് ട്രംപിനൊപ്പം ഉച്ചഭക്ഷണത്തിനായി വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രസ്താവന വന്നത്. അതേസമയം ഇറാനിലെ ഇസ്രായേലിന്റെ കനത്ത ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 6 സൈനിക വിമാനത്താവളങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത്. 15 യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും തകർത്തതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തങ്ങളുടെ സൈന്യം നശിപ്പിച്ച ജെറ്റുകൾ തങ്ങളുടെ വിമാനങ്ങൾക്കെതിരെ ഉപയോഗിക്കാനും ഇറാനിയൻ പ്രദേശത്തു നിന്നുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തടയാനും ഉദ്ദേശിച്ചിട്ടുള്ളതായാണ് IDS അവകാശപ്പെടുന്നത്. ഇറാനിലെ കെർമൻഷാ പ്രദേശത്തുള്ള മിലിറ്ററി ഇന്റലിജൻസ് സർവീസിൽ നിന്നുള്ള ഇന്റലിജൻസ് മാർഗനിർദ്ദേശം ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രദേശം ലക്ഷ്യം വെച്ചുള്ള ഉപരിതലത്തിൽ നിന്നും ഉപരിതലത്തിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനുള്ള നിരവധി വിക്ഷേപണ സംഭരണ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. IDF ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറാൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷികൾക്കെതിരായ ആക്രമണങ്ങൾ IDF ശക്തമാക്കുന്നത് തുടരുകയാണ്. കൂടാതെ ഇസ്രായേൽ രാജ്യത്തിന്റെ സുരക്ഷ നിലനിർത്തുന്നതിനായി വ്യോമ മേധാവിത്വം കൈവരിക്കുന്നതിനായി തുടർന്നും പ്രവർത്തിക്കുമെന്നും അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു.
ചെയ്തു. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ ഞായറാഴ്ച US വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ടെൽ അവീവ്, ഹൈഫ തുടങ്ങിയ പ്രധാന ഇസ്രായേലി നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഒരു ദിവസത്തിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.